പച്ചരി വെച്ചിട്ട് അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. കുറച്ച് പച്ചരിയും ഒപ്പം തന്നെ ഒരു 2-3 പീസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചിയാണ്. കണ്ടല്ലോ, കാണാനും നല്ല മൊഞ്ചാണ്. ഇത് നമ്മൾ ബിരിയാണി കഴിക്കുന്നൊരു ഫീൽ തന്നെയാണ് കേട്ടോ. എന്ന് കരുതിയിട്ട് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഈ ഒരു ചോറ് വെക്കാനായിട്ട് വേണ്ട. അപ്പോൾ ഞാനിത് അവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിലെ പച്ചരിയാണ്. അപ്പോൾ നമുക്കൊരു 3-4 പ്രാവശ്യം നല്ല കൂടുതലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് ഇതൊന്ന് ഊറ്റി മാറ്റാം കേട്ടോ. ഒരുപാട് സമയം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഓരോ റൈസും ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് കഴുകിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു ചോറ് വാർക്കുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുള്ള അരി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഊറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. കാരണം കല്ലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കല്ലൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇതുപോലെ തിരിച്ചിങ്ങനെ ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. ഇതിലോട്ടുള്ളൊരു സിമ്പിൾ മസാല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കുക്കറിലാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. പ്രത്യേകിച്ച് രാവിലെയൊക്കെ മക്കൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറാണ്. ഒട്ടും അവർ ബാക്കി കൊണ്ടുവരാതെ ഫുള്ള് കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുക്കർ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാൻ ഒരു ഏകദേശം 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ. അത് രണ്ടും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 3 ഏലക്ക, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, ഗ്രാമ്പു ഒരു 4 ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫ്, ഒരു കയ്യിൽ തക്കോലൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കോലൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ സ്റ്റാർ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് കേട്ടോ. കുരുമുളകിൻ്റെ ഞാൻ ഫ്രഷായിട്ട് അങ്ങനെ ചേർത്തേക്കാണ്. ഇനിയൊന്ന് ക്രഷായിട്ട് എടുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒപ്പം തന്നെ ഒരു 2 വല്യുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വല്യുള്ളിയൊക്കെ നന്നായിട്ട് വാടി ആ ഒരു സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ നെയ്യിൽ മാത്രം ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്നതാ തക്കാളി വല്യുള്ളിയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല പഴുത്ത 1.5 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയായിരുന്നു കേട്ടോ 1. അപ്പോൾ അതിൻ്റെ പിന്നൊരു വേറെ തക്കാളിയുടെ പകുതി കൂടി എടുത്തു. അങ്ങനെ 1.5 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും തന്നെ നന്നായിട്ട് വാടി ഉടഞ്ഞ് കിട്ടണം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരി. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചോറൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരൊറ്റ പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി 1 ടീസ്പൂണാണ് കേട്ടോ. പിന്നെ നമുക്കൊരു 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും തന്നെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. നമുക്ക് ഞാൻ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ നമ്മൾ ചേർക്കാനായിട്ട് പോണത്. ഇനിയിപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ചിക്കന് വലിയ വിലയൊന്നുമില്ല കേട്ടോ, വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ ടൈമിലൊക്കെ ഇതുണ്ടാക്കി നോക്കുക. കുറച്ച് ചിക്കൻ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും 100% നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ മതി. പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ മസാല നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു ടൈമിൽ. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരു അരമുറി നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങാ നീരിന് പകരം നമുക്ക് സുർക്ക 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സുർക്ക എന്ന് പറയുമ്പോൾ വിനാഗിരി, അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ചിക്കൻ ചേർക്കുകയാണ്. ചിക്കൻ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ അതുപോലെ ചെറിയ പീസ്.
അപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി ചിക്കൻ എടുത്ത് വെച്ചിട്ടാണോ ഞാൻ ഈ റെസിപ്പി ചെയ്ത്. സൂപ്പർ ടേസ്റ്റായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. ഒരു പ്രാവശ്യമെങ്കിലും മക്കളെ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു പിടി പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാനൊരു 300 ഗ്രാം ചിക്കൻ എടുത്തുകൊണ്ടാണ്. ചിക്കൻ വളരെ കുറവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നേരിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഒരു ഇത്തിരി സമയം അടച്ച് വെക്കുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കല്ലോ കേട്ടോ. ഈ ഒരു ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഏകദേശം ഒരു 30-40% ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഒന്നിങ്ങനെ വെന്ത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടാവും. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 30-40% ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഒരൊറ്റ വിസിലത് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു ടൈമിൽ വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മളിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഞാനിവിടെ 2 കപ്പാണല്ലോ പച്ചരി എടുത്തത്. ആ ഒരു പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കണക്കാക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. പിന്നെ ചെറിയ കുക്കറിലൊന്നും ഒരുപാട് അരിയിട്ട് വേവിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒക്കെ കുളമാവും, അടിയിൽ കരിഞ്ഞ് പിടിക്കും, ആകെ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുമ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിതാ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ പറഞ്ഞ പോലെ 2 കപ്പ് അരിക്ക് ഞാനിവിടെ ഏകദേശം ഒരു 3 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ ഒരു കാര്യം, അരി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ എല്ലാം കൂടി ഇളക്കി മിക്സാക്കി നമ്മുടെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ആക്കി എടുക്കല്ലേ. ഇതിൻ്റെ സെൻറ്ററിൽ പതുക്കെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ ആ ഉപ്പിൻ്റെ അംശം എല്ലാം എടുത്ത് കായ് കിട്ടിക്കോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. എന്ന് എഴുതിയിട്ട് താഴോട്ട് നിങ്ങൾ ഇളക്കിയെടുക്കരുത്, മുകളിൽ മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒപ്പം തന്നെ കുറച്ച് പുതിനൻ്റെ ഇല, മല്ലിച്ചപ്പും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മളിത് എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ നെയ്യാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി നെയ്യ് വേണം. ഒരുപാട് പണിയാണല്ലേ. കുറേ വലിയുള്ളി വാട്ടി, കുറേ വലിയുള്ളി അരിഞ്ഞെടുത്ത്, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഈ ഒരു റെസിപ്പി. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് 2 പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു റൈസിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തൈരും പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു ഗ്രീൻ ചമ്മന്തി റെഡിയാക്കണം കാണിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. ദോശക്കിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല അടിപൊളി കോംബോ ആണ്. ഒപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ദഹനക്കുറവ് അങ്ങനെയുള്ള വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള ചമ്മന്തി കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. 1/4 കപ്പ് തേങ്ങയിലോട്ട് 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇലക്ക് ഞാനൊരു പ്രത്യേക അളവ് പറയുന്നില്ല കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നമുക്കൊക്കെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒത്തിരി നല്ലതാണ്. ദഹനത്തിനായാലും നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശം പുറന്തള്ളാനും ഒക്കെ നല്ലതാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് വലിച്ചു വാരി കഴിക്കില്ല. എന്നാലും ഇതുപോലെ ചമ്മന്തി കഴിക്കുമ്പോൾ നമുക്ക് കറികളിലൊക്കെ നമ്മൾ ആ ഇലയെടുത്ത് പുറത്തേക്ക് ഇടും. പക്ഷെ ചമ്മന്തി ആകുമ്പോൾ അങ്ങനെയല്ല. ആ ഒരു ചമ്മന്തിയുടെ കൂടെ നമ്മൾ ഫുഡിൽ അങ്ങനെ കഴിക്കും. ഒപ്പം നമുക്കതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും. പിന്നെ ഒരു 1-2 തണ്ട് മല്ലിച്ചപ്പ്, പുതിനൻ്റെ ഇല, ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക്, വിനാഗിരി അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോന്നറിയില്ല. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ച് കൊണ്ടുവരാം. നല്ല ഗ്രീൻ കളറായിരിക്കും. ഒപ്പം നല്ല ടേസ്റ്റാണ്. നമ്മളെ സാധാരണ ചോറുണ്ടല്ലോ, ആ ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ ഇതുപോലൊരു ചമ്മന്തി ഒന്ന് റെഡിയാക്കാം. വേറൊരു ബൗളിലോട്ടൊക്കെ മാറ്റി കണ്ടല്ലോ, അടിപൊളിയായിട്ടില്ലേ. അപ്പോഴേക്കും എന്താ ഒരൊറ്റ വിസിലടിച്ചു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഓടിപ്പോയി തുറക്കരുത് കേട്ടോ. അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോഴേക്കും തന്നെ ആ ഒരു പച്ചരി ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് സെറ്റായിട്ടുണ്ടാവും. കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിലിട്ടിട്ട് ഇളക്കുന്നില്ല. ഈ ഒരു ചോറ് വേറൊരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചിക്കനൊക്കെ എന്തായി എന്നൊക്കെ നോക്കട്ടോ.
നന്നായിട്ട് തന്നെ വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുക, വേവ് ഏറെ വേവ് കുറേ അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഓരോ വറ്റും കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇത് വെന്തിട്ടുണ്ടോ വെന്തുടഞ്ഞിട്ടുണ്ടോ, അങ്ങനെയൊന്നുമല്ല, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി ഇനിയിപ്പോൾ ദോശയും ഇഡ്ഡലിയും അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കാനുള്ളതല്ല, ഇതുപോലെ നല്ല അടിപൊളി ചോറും ഉണ്ടാക്കാം. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ തിരക്കിട്ട സമയത്തൊക്കെ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും മക്കൾ തിരിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയാണല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു റൈസ് നിങ്ങൾ അവരെ ടിഫിൻ ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിച്ചോളും. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ വീട്ടിലുള്ള ഒരു 3-4 പേർക്കൊക്കെ ഇതുപോലെ കുക്കറിലൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വേറെ കൂട്ടാനൊന്നും തരേണ്ട, ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുട്ട വെച്ചിട്ട് ഇതുപോലെ റെസിപ്പി ഞാൻ ചെയ്തിരുന്നു. പക്ഷേ അല്ല ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിക്കൻ വെച്ചിട്ടും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക, ഒപ്പം തന്നെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ ഞാനിത് ആ റൈസ് ഇങ്ങനെ നമ്മളിപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നെങ്കിൽ ഇതുപോലെ നമ്മൾ റൈസ് കിട്ടൂല, ആകെ കൊളായിട്ടുണ്ടാവില്ലേ, ആകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറച്ചിയൊക്കെ മുകളിലൊക്കെ ആയിട്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് റൈസ് വേറെ ചിക്കൻ വേറെ, നമ്മൾ ബിരിയാണി ദമ്മിടുന്ന അതേ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഏകദേശം ബിരിയാണിയുടെ അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് എഴുതിയിട്ട് ബിരിയാണിയിൽ കണ്ട ബിരിയാണി മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തില്ല, നമ്മൾ ഗരം മസാല മാത്രമേ ചേർത്തുള്ളൂ. ഇനിയിപ്പോൾ ഗരം മസാലയുടെ പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല എടുക്കാം, ബിരിയാണി മസാല അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. എങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു, ഒന്നും പറയല്ല. അതും വലിയൊരു ചിലവൊന്നുമില്ല. ഒരു ഇത്തിരി ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചിക്കൻ കൊണ്ടുവരുമ്പോഴേ കറിക്ക് വെക്കാൻ കൊണ്ടുവരുമ്പോൾ ഇത്തിരി ചിക്കൻ എന്തായാലും എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പലർക്കും ഡൗട്ടായിരിക്കും കുക്കറിൻ്റെ അടിയിൽ പിടിക്കുമോ, അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒരു ടെൻഷനാവണ്ട. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ തന്നെ നിങ്ങൾ അടുപ്പിച്ചെടുത്തോളൂ. ചിക്കനും വെന്ത് കിട്ടും, കുക്കറിൻ്റെ അടിയിലൊന്നും പിടിക്കൂല, അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടല്ലോ നമ്മൾ ചിക്കനും, പിന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ആ ഒരു അടിപൊളി സ്മെല്ലാണ്, നെയ്യും ഒപ്പം തന്നെ ഒരു ഏലക്ക പട്ടയ ഗ്രാമ്പൊക്കെ ഇട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഏകദേശം ഒരു 99% ബിരിയാണി കഴിക്കുന്ന അതേ ഒരു ഫീലും ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സിമ്പിൾ റെസിപ്പിയാണ്, എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇടയിൽ ഒരുപാട് സാധാരണപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു ബിരിയാണി വെക്കുക പറയുമ്പോൾ എല്ലാവർക്കും അയ്യോ അതിന് ഒത്തിരി സാധനങ്ങൾ വേണമല്ലോ, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം അങ്ങനെ ഇങ്ങനെ. ഇതിപ്പോൾ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ടെങ്കിലും 2 വെല്ലുള്ളി, 1 തക്കാളി അങ്ങനെയൊക്കെ വെച്ചിട്ടാണോ ചെയ്തത്. എന്നാലോ ടേസ്റ്റിന് ഒട്ടും കുറവില്ല, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണും ചെയ്യട്ടെ, ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യട്ടെ. പിന്നെ ഒത്തിരി നെയ്യോ RKGയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു ചോറിൽ ചേർത്തിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, പക്ഷേ ചേർത്ത് കൊടുത്തില്ല എന്ന് കരുതിയിട്ട് ഒട്ടും ടേസ്റ്റിനും കുറവില്ല, നല്ല രുചിയാണ് ഇത് കഴിക്കാൻ. ചിക്കനൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ. അപ്പോൾ പോണതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.